ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ 2024 ജൂലൈ സെക്ഷനിലേക്കുള്ള അഡ്മിഷൻ നടക്കുകയാണ്. അഡ്മിഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 മാസത്തിന് മുകളിലായിട്ടുണ്ട്. ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മുഖേന നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇഗ്നോയിൽ ഈ ഒരു ജൂലൈ 2024 സെക്ഷനിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കൺഫേം ആയിട്ടുണ്ട്. ഇനിയും അഡ്മിഷൻ കൺഫേം ആവാനുള്ള സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ അഡ്മിഷൻ കൺഫേം ആയിട്ട് പലർക്കും ഉള്ള ഡൗട്ടാണ്, ഇനി എപ്പോഴാണ് ക്ലാസ്, എപ്പോഴാണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടുക, അതിന് കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഡ്മിഷൻ കൺഫർമേഷനെ കുറിച്ച് പറയാം അല്ലേ. അപ്പോൾ അഡ്മിഷൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഓൺലൈനായിട്ട് ഫീ ഒക്കെ അടച്ചു കഴിഞ്ഞിട്ട് ചില സ്റ്റുഡൻസിന് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കൺഫേം ആവാറുണ്ട്. ചില കുട്ടികൾക്ക് ഇതുവരെയും അഡ്മിഷൻ കൺഫേം ആവാത്തവരും ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടാണോ അഡ്മിഷൻ കൺഫേം ആവാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇഗ്നോയിൽ എല്ലാ സ്റ്റുഡൻസിനും ഫീ അടച്ച് പിറ്റേ ദിവസം തന്നെ അഡ്മിഷൻ കൺഫേം ആവാറില്ല. ചില സ്റ്റുഡൻസിന് 1 മന്ത് എടുത്തേക്കാം, ചിലർക്ക് 1-2 ആഴ്ച, അല്ലെങ്കിൽ ചില സ്റ്റുഡൻസിന് 1 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ അഡ്മിഷൻ കൺഫേം ആവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഇതുവരെ കൺഫേം ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഉറപ്പായിട്ടും കൺഫേം ആവുന്നതാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത്, അതായത് ഫീ ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞ് സാധാരണ 3 മാസം വരെ സമയമുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു 1-2 മാസമായിട്ട് അപ്ഡേറ്റ് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇഗ്നോനെ കോൺടാക്ട് ചെയ്യാം, മെയിൽ ത്രൂ എന്തെങ്കിലും ആയിട്ട്. പക്ഷെ അത്രയൊന്നും താമസം എടുക്കാറില്ല. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കൺഫേം ആവാറുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കൺഫേം ആവാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എങ്ങനെയാണ് അഡ്മിഷൻ കൺഫേം ആവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിലിലേക്ക് അതുപോലെ ഫോൺ നമ്പറിലേക്കും ഇഗ്നോ തന്നെ മെസ്സേജ് അയക്കുന്നതാണ്. മെയിലാണെങ്കിൽ ഇമെയിൽ വരും അഡ്മിഷൻ കൺഫേം ആയതായിട്ട്. ടെക്സ്റ്റ് മെസ്സേജും ഓൾസോ വരുന്നതാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു മെയിലിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കരുത്. ഇടയ്ക്കെങ്കിലും ഇഗ്നോയുടെ അഡ്മിഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യുക കേട്ടോ. അഡ്മിഷൻ പോർട്ടൽ എന്ന് പറയുമ്പോൾ ഗൂഗിളിൽ ഇഗ്നോ അഡ്മിഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോഴേ അവരുടെ സൈറ്റ് കിട്ടും, ഇഗ്നോ അഡ്മിഷൻ പോർട്ടൽ. അതിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ID കാർഡ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള കാര്യമാണ് ID കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളോട് പല സ്റ്റുഡൻസും എക്സാം ടൈമിലൊക്കെ വന്ന് പറയാറുണ്ട്, ഈ ഇഗ്നോയുടെ അഡ്മിഷൻ എടുത്ത ടൈമിൽ ID കാർഡ് നോക്കി, ബട്ട് അത് ഡൗൺലോഡ് ചെയ്തൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എക്സാം ടൈമിൽ ID കാർഡ് കിട്ടാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, വഴിയുണ്ടോ, മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇഗ്നോയുടെ ID കാർഡ് കൺഫേം ആവുന്ന സമയത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല, ജസ്റ്റ് ഒരു പ്രിന്റ് എങ്കിലും എടുത്ത് ഫയൽ ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ പ്രിന്റ് അല്ലെങ്കിൽ ഒരു കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്തോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ജസ്റ്റ് ഒരു പേപ്പർ ആയിട്ടെങ്കിലും പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എക്സാം ടൈമിൽ ID കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ അല്ലെങ്കിൽ എക്സാം ഹാളിലൊക്കെ കയറാൻ പറ്റുള്ളൂ. ആ സമയത്ത് മേ ബി നിങ്ങൾ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സൈറ്റ് നോക്കിയാൽ സൈറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് ഇനി ചെയ്യേണ്ട കാര്യമാണ്, ID കാർഡ് ഡൗൺലോഡ് ചെയ്തു, ഓൾസോ അഡ്മിഷൻ കൺഫേം ആയതിലൂടെ നിങ്ങൾ ഇഗ്നോയിലെ ഒരു സ്റ്റുഡൻ്റ് ആയി മാറിയിരിക്കുകയാണല്ലേ. ഇനി നിങ്ങൾ പഠിക്കാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മേ ബി നിങ്ങൾക്കൊരു ഡൗട്ട് വന്നേക്കാം. കാരണം ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ക്ലാസ്സുകൾ കിട്ടുന്നില്ല, അപ്പോൾ എങ്ങനെ പഠിക്കും? അതിനായിട്ട് നിങ്ങൾ ഇഗ്നോയുടെ ഈ കണ്ടന്റ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ആപ്പ് സ്റ്റോറിൽ ഇല്ല കേട്ടോ. അപ്പോൾ പ്ലേ സ്റ്റോർ ത്രൂ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു PDF-ലൂടെ നിങ്ങളുടെ സിലബസ് എന്താണ്, ഏതൊക്കെ യൂണിറ്റാണ് വരുന്നത്, ഏതൊക്കെ കണ്ടന്റാണ് നമുക്ക് പഠിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴാണ് വരുന്നത്, ഹാർഡ് കോപ്പി കിട്ടില്ലേ എന്ന് ചോദിക്കും. ഉറപ്പായിട്ടും ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ വീട്ടിൽ കൊറിയറായിട്ട് വരുന്നതാണ്. അതായത് ഇഗ്നോയുടെ മെയിൻ ഓഫീസായ ഡൽഹിയിൽ നിന്ന് പാഴ്സലായിട്ട് പോസ്റ്റ് ഓഫീസ് ത്രൂ ആയിരിക്കും ടെക്സ്റ്റ് ബുക്കുകൾ വരുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് വരില്ല, ചെറിയ ഡിലേ ഉണ്ടാവും. അതായത് നിങ്ങളൊരു സെം വൈസ് പ്രോഗ്രാം
മീൻസ് BCAയോ MCAയോ MBA അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സെം വൈസ് പ്രോഗ്രാംസിന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ അഡ്മിഷൻ എടുത്ത് ഒരു 1-2 മാസം കഴിയുമ്പോഴായിരിക്കും ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുന്നത്. ഇനി ഇയർ വൈസ് പ്രോഗ്രാംസ്, അതായത് സാധാരണയുള്ള ഡിഗ്രി പ്രോഗ്രാംസിന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വരാനായിട്ട് അത്യാവശ്യം നല്ല ഡിലേ ഉണ്ടാവും. അതായത് 6, 7, 8 മാസമൊക്കെ ചില സ്റ്റുഡൻസിന് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടാൻ ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കണ്ടന്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് PDF നോക്കി പഠിച്ചു തുടങ്ങാനായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു PDF നോക്കി പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് എപ്പോഴും ഈ ഒരു ഫോൺ നോക്കിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കിയോ PDF നോക്കി പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് ഒരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് ഇഗ്നോയിലെ എല്ലാ സബ്ജക്റ്റുകളുടെയും റെഫറൻസ് ഗൈഡ് ബുക്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. റെഫറൻസ് ഗൈഡ് ബുക്സ് ഹാർഡ് കോപ്പിയാണ് കേട്ടോ, PDF ഒന്നുമല്ല, നോർമലി ഉള്ള ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഇപ്പോൾ 10ലും +2ലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാവാനായിട്ട് നമ്മൾ ലേബർ ഇന്ത്യ പോലുള്ള പല ഗൈഡുകളും യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതുപോലെയുള്ളതാണ് നമ്മളുടെ ഇഗ്നോയുടെ റെഫറൻസ് ഗൈഡ് ബുക്സ്. അപ്പോൾ ഇതിൽ പ്രത്യേകത കറക്റ്റ് ഇഗ്നോ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി പേസ്റ്റ് അല്ല, ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് മാത്രം, നിങ്ങൾക്ക് പഠിക്കേണ്ട പോയിന്റ്സ് മാത്രം സെലക്ട് ചെയ്താണ് ഈ ഒരു റെഫറൻസ് ബുക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ്, പിന്നെ എക്സാം ഓറിയൻറ്റഡ് സെക്ഷൻസ്, ഷോർട്ട് നോട്ട്സ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും റെഫറൻസ് ഗൈഡ് ബുക്സ്. അപ്പോൾ ഈ ഒരു റെഫറൻസ് ഗൈഡ് ബുക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല. കാരണം ഈ ഗൈഡ് ബുക്സ് തന്നെ ധാരാളമാണ്, ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ റെഫറൻസ് ഗൈഡ് ബുക്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓർഡർ തന്ന് 7 to 14 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓൾസോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗൈഡ് ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇഗ്നോയിൽ ക്ലാസ്സുകൾ എപ്പോഴാണ് തുടങ്ങുന്നത്, ക്ലാസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇഗ്നോ എന്നുള്ളത് ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റഡിയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് സ്വയം നമ്മൾ പഠിച്ചെടുക്കുന്ന ആ ഒരു രീതി, മെത്തേഡാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികം ക്ലാസ്സുകളൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരും. പക്ഷെ ഒരു ക്ലാസ്സും കിട്ടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എക്സാമിന് ഒരു 1, 2, 3 മാസം മുന്നേയൊക്കെ ആയിട്ട് വീക്കെൻഡിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ മുഖേന ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. പിന്നെ ട്രിവാൻഡ്രം റീജിയണൽ സെൻറ്ററൊക്കെ അഡ്മിഷൻ, ആ ഒരു RCയുടെ അണ്ടറിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ BComന്, BA ഇംഗ്ലീഷിനൊക്കെ ഓൺലൈനായിട്ടും ഇവർ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എക്സാമിന് മുൻപ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഗ്രൂപ്പ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്ത് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ്. ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. ഓൾസോ ഇവിടെ നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം, BA ഇംഗ്ലീഷ് BCA കോഴ്സുകൾക്ക് നമ്മൾ ഓൺലൈനായിട്ടും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പോൾ റെക്കോർഡഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഒരു സബ്ജക്റ്റിന് 1 വർഷത്തേക്ക് 500 രൂപയാണ് നമ്മൾ ഫീസ് മേടിക്കുന്നത്. 1 വർഷത്തേക്ക് വരുന്ന ഫീ ആണ് കേട്ടോ ഒരു സബ്ജക്റ്റിന്. ഓൾസോ ഈ ഒരു ക്ലാസ്സിനോടൊപ്പം തന്നെ അസൈൻമെൻറ്റ് സൊല്യൂഷനും അതിൻ്റെ നോട്ട്സും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ഇഗ്നോ സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അതായത് എക്സാം ടൈമിലൊക്കെ പലരും വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എക്സാം രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല, അസൈൻമെൻറ്റ് വയ്ക്കുന്ന കാര്യം അറിയാൻ പറ്റിയില്ല. ഇതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇഗ്നോയുടെ അപ്ഡേറ്റ്സ് ഒന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ നോക്കിയിട്ടില്ല. ഇതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ പലരും കരുതുന്നത് ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് എപ്പോഴാണ്, എക്സാം എപ്പോഴാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇഗ്നോ ഇങ്ങോട്ട് വന്ന് നമ്മളെ അറിയിക്കും എന്നാണ്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരു വീക്ക്ലി വൺസ് എങ്കിലും ഇഗ്നോയുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ എല്ലാ ആൾക്കാർക്കും ഇഗ്നോയുടെ സൈറ്റിൽ എപ്പോഴും കയറി ചെക്ക് ചെയ്യാൻ പറ്റിയെന്ന്
മനസ്സിലായെന്ന് വരില്ല. ഇനി ഇൻ കേസ് ചെക്ക് ചെയ്താലും മേ ബി എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് മനസ്സിലായെന്ന് വരില്ല അല്ലേ. അതിലൂടെ ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട്. അതിനൊരു സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അതായത് ഇഗ്നോയിലെ എല്ലാ പ്രോഗ്രാംസിനും വേണ്ടി നമ്മൾ പ്രോഗ്രാം വൈസ് വാട്സപ്പ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UG കോഴ്സസിനും PG കോഴ്സസിനും ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങളുടെ എക്സാം എപ്പോൾ നടക്കുന്നുണ്ട്, അസൈൻമെൻറ്റ് എപ്പോഴാണ്, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഏതാണ്, അല്ല ഇനി വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ അത്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് വഴി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഗ്നോയിലുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഒന്നുപോലും മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പല്ല, പെയ്ഡ് ഗ്രൂപ്പാണ് കേട്ടോ. പെയ്ഡ് ഗ്രൂപ്പ് നമ്മൾ ചാർജ് ചെയ്യുന്നത് 200 രൂപയാണ്. 200 രൂപ ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ ഉള്ള ചാർജ് അല്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ 200 രൂപ തന്ന് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത്രത്തോളം കാലം ഈ ഒരു ഗ്രൂപ്പിൽ തുടരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 200 രൂപ ഈ ഒരു വൺ ടൈം പേയ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ വേറെ ചാർജ് ഒന്നും മേടിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിലൂടെ നോട്ടിഫിക്കേഷൻസും അറിയാൻ പറ്റും. ഓൾസോ നിങ്ങളുടെ സെയിം കോഴ്സ് എടുത്തിട്ടുള്ള മറ്റ് കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ, പ്രോഗ്രാം വൈസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അഡ്മിഷൻ കൺഫർമേഷൻ മെയിൽ വരുന്ന സമയത്ത് ആ മെയിലിൽ തന്നെ ഇഗ്നോ കൊടുത്തിട്ടുണ്ട്, അഡ്മിഷൻ കൺഫേം ആയി 7 ദിവസം കഴിയുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുള്ളത്. പക്ഷേ 7 ദിവസം കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് ഡീറ്റെയിൽസ് എന്നൊക്കെ ആയിരിക്കും മേ ബി കാണിക്കുന്നത്. ആ സമയത്ത് പലരും ചോദിക്കുന്നുണ്ട്, അഡ്മിഷൻ എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണോ ഇൻവാലിഡ് എന്ന് കാണിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് 7 ദിവസം കഴിയുമ്പോൾ ഒരിക്കലും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ യഥാർത്ഥത്തിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 1-2 അല്ലെങ്കിൽ 3-4 മാസത്തിന് മുകളിൽ മേ ബി എടുത്തേക്കാം സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാനായിട്ട്. കാരണം നിങ്ങളുടെ ഡേറ്റ ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ആഡായി വരാനായിട്ട് അത്രത്തോളം സമയമെടുത്തു. സോ ഒരു 4 മാസം അല്ലെങ്കിൽ ഒരു 5 മാസമൊക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അഡ്മിഷൻ കൺഫേം ആയി ഒരു 5-6 മാസം ആയിട്ടും അഗെയിൻ നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോഴും ഇൻവാലിഡ് ഡീറ്റെയിൽസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിന് മെയിൽ അയച്ചാൽ ആ പ്രോബ്ലം റെഡി ആവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം കേട്ടോ, ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ എങ്ങനെയാണ് ഇഗ്നോയിലെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ഇതേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇനിയുള്ളതാണ് രജിസ്ട്രേഷൻ. അഡ്മിഷൻ എടുക്കുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ ടൈമിൽ ഒരു ഫീ പേ ചെയ്തിട്ടുണ്ട്, ഇനി അടുത്ത ഫീ എപ്പോഴാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 6 മാസത്തേക്കുള്ള ഫീ അടച്ചിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു സെം വൈസ് പ്രോഗ്രാം എടുത്തിട്ടുള്ള കുട്ടിയായിരിക്കും. അതായത് BCAO, MCAO അല്ലെങ്കിൽ MBA ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ സെം വൈസ് ആണ്. അപ്പോൾ 6 മാസത്തേക്കുള്ള ഫീ ആണ് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ പേ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ എക്സാമും അസൈൻമെൻറ്റും ഒക്കെ 6 മാസം കൂടുമ്പോഴായിരിക്കും. ഓൾസോ നിങ്ങൾ ഫീ പേ ചെയ്യേണ്ടത് 6 മാസത്തിലൊരിക്കലാണ്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ സെക്കൻഡ് സെം, തേർഡ് സെം ഇങ്ങനെ ഫീ പേ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇയർ വൈസ് പ്രോഗ്രാം, BA ഇംഗ്ലീഷ്, BCom അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം ഇയർ വൈസ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇയർ വൈസ് പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഓരോ വർഷം കൂടുമ്പോഴും അസൈൻമെൻറ്റും എക്സാമും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷം കൂടുമ്പോഴും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അഡ്മിഷൻ പുതുക്കി അടുത്ത ഇയറിലേക്കുള്ള ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് വഴി നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴാണ് രജിസ്ട്രേഷൻ, എപ്പോഴാണ് ഫീ അടയ്ക്കേണ്ടതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സാം എപ്പോഴായിരിക്കും, എക്സാമിന് നമ്മൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഫീ അടയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഫീ അടയ്ക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ എക്സാമിന് ഒരു 1 അല്ലെങ്കിൽ 2 മന്ത്സ് മുമ്പായിട്ട് തന്നെ എക്സാം രജിസ്ട്രേഷൻ തുടങ്ങും. അപ്പോൾ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്ത് ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫീ വരുന്നത് ഒരു സബ്ജക്റ്റിന് 200 രൂപ നിരക്കിലാണ് എക്സാം ഫീ വരുന്നത് കേട്ടോ, യൂണിവേഴ്സിറ്റി ഫീ. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, എങ്കിൽ നിയറസ്റ്റ് സെൻറ്ററിൽ സീറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സ്
ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.